നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്, ചില ശക്തമായ ചിന്തകളിലേക്ക്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ സഭ്യ സമാജ് മേ നാരി കാ സ്ഥാൻ എന്ന ഹിന്ദി പുസ്തകത്തിലെ ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ സ്ത്രീയുടെ യഥാർത്ഥ സ്ഥാനം എന്തായിരിക്കണം? നമുക്ക് നോക്കാം. അപ്പോ ആരായിരുന്നു പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ? അദ്ദേഹം ഒരു ദാർശനികനും സാമൂഹിക പരിഷ്കർത്താവുമൊക്കെയായിരുന്നു. ഓരോ വ്യക്തിയുടെയും ആന്തരികവും ആത്മീയവുമായ സ്വാതന്ത്ര്യത്തിന് അദ്ദേഹം ഒരുപാട് പ്രാധാന്യം നൽകി. മനുഷ്യന്റെ പുരോഗതിക്ക് സാമൂഹികമായ കെട്ടുപാടുകൾ എങ്ങനെയാണ് ഒരു തടസ്സമാകുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ആ മഹത്തായ കൃതിയിലെ ചിന്തകളാണ് നമ്മളിവിടെ ലളിതമായൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ വിഷയത്തിന്റെ ഹൃദയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് നമ്മൾക്കാദ്യം സ്വാതന്ത്ര്യം എന്ന ആശയത്തിന്റെ ആഴമൊന്ന് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തത്വചിന്തയുടെ എല്ലാം അടിത്തറ തന്നെ അതാണ്. ഏതൊരു ജീവിയാണെങ്കിലും അതിന്റെ ഏറ്റവും സ്വാഭാവികമായ അവസ്ഥ എന്താണ്? അത് സ്വാതന്ത്ര്യമാണ്. ഈ തത്വചിന്തയുടെ തുടക്കം തന്നെ ഈ ലളിതമായ ആശയത്തിൽ നിന്നാണ്. ഏതൊരു തരത്തിലുള്ള ബന്ധനവും നമ്മളെ ദുരിതത്തിലേക്കാണ് നയിക്കുന്നത്. അതേസമയം സ്വാതന്ത്ര്യമാണ് എല്ലാ സന്തോഷത്തിന്റെയും ഉറവിടം. പരാധീനത, അതായത് മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുക എന്നത് ഒരു കുരുക്കിന് തുല്യമായാണ് ഇവിടെ കാണുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര സൗകര്യങ്ങളുള്ള ഒരു സ്വർണ്ണക്കൂടാണെങ്കിലും അതൊരു തടവറ തന്നെയല്ലേ? കാരണം അത് ആത്മാവിന്റെ അടിസ്ഥാന സ്വഭാവമായ സ്വാതന്ത്ര്യത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഈ വ്യത്യാസം ഒന്ന് നോക്കിക്കേ. സ്വതന്ത്രമായി പറന്നു നടക്കുന്ന ഒന്നിന്റെ ആ പ്രസരിപ്പും ഊർജവും, കൂട്ടിലടക്കപ്പെട്ട ഒന്നിന്റെ ആകട്ടെ നിർജീവമായ അവസ്ഥയും തമ്മിൽ എന്ന് മാത്രം വ്യത്യാസമുണ്ട്. ഒന്നതിന്റെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കുമ്പോൾ മറ്റേത് വേദനയിൽ ഒതുങ്ങിക്കൂടുന്നു. എന്നാൽ എല്ലാ ബന്ധനങ്ങളും ചീത്തയാണോ? അല്ല. നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്ന ബന്ധനങ്ങളൊക്കെ വിഷം പോലെയാണ്. പക്ഷേ നമ്മൾ സ്വമനസ്സാല തിരഞ്ഞെടുക്കുന്ന സ്നേഹത്തിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ടതാണ്. ശരി, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഈ വലിയ സത്യം അത് മനുഷ്യരാശിയുടെ ഒരു പകുതിക്ക് എങ്ങനെയാണ് വ്യവസ്ഥാപിതമായി നിഷേധിക്കപ്പെട്ടത്? നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകളെ ഒരു വസ്തുവിനെ പോലെയാണ് കണക്കാക്കിയിരുന്നതെന്ന് കാണാം. അവരുടെ ലോകമെന്ന് പറയുന്നത് വീടിന്റെ 4 ചുമരുകളായിരുന്നു. കഴിവുകളോ അത് പാചകത്തിലും പ്രസവത്തിലും മാത്രമായി ഒതുക്കപ്പെട്ടു. ആ ഫ്യൂഡൽ കാലഘട്ടത്തിലെ അടിമത്തം വളരെ ആസൂത്രിതമായിരുന്നു. വിദ്യാഭ്യാസമില്ല, സ്വന്തമായി ഒരിടത്തും പോകാൻ സ്വാതന്ത്ര്യമില്ല, എന്തിന് ചിന്തകളെപ്പോലും ബന്ധിക്കുന്ന തരത്തിലുള്ളൊരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു അത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. ഈ സമ്പ്രദായങ്ങൾക്കൊക്കെ പറഞ്ഞിരുന്ന ന്യായമെന്തായിരുന്നു? സ്ത്രീയുടെ മാനം സംരക്ഷിക്കാൻ എന്നായിരുന്നു. പക്ഷെ യഥാർത്ഥ ലക്ഷ്യം അതായിരുന്നോ, അതോ വെറും നിയന്ത്രണമായിരുന്നോ? ചാരിത്ര്യ സംരക്ഷണം എന്നതായിരുന്നു പ്രധാന ന്യായം. പക്ഷേ ആ വാദത്തിലെ കാപട്യം നോക്കൂ. സമൂഹത്തിലെ ദുർനടപ്പുകൾക്ക് കാരണം പുരുഷന്മാരാണെങ്കിൽ യഥാർത്ഥത്തിൽ പർദ്ദ ധരിക്കേണ്ടത് അവരല്ലേ? ഇതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആ പഴയ ഇരുമ്പ് ചങ്ങലകൾ ഒരുപക്ഷെ തുരുമ്പെടുത്ത് പോയിട്ടുണ്ടാവാം. പക്ഷേ അതിന്റെ സ്ഥാനത്ത് കൂടുതൽ സൂക്ഷ്മമായ, കാഴ്ചയിൽ ഭംഗിയുള്ള ഒരു പുതിയ കൂട് വന്നിരിക്കുന്നു. ആധുനിക കാലത്തെ ഈ മാനസിക അടിമത്തത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നോ? ഇത് സ്വാതന്ത്ര്യമാണെന്നും നമ്മുടെ സ്വന്തം തിരഞ്ഞെടുപ്പാണെന്നും നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മൾ ബന്ധിക്കപ്പെടുന്നുവെന്നു പോലും അറിയാത്ത ഒരു തരം ബന്ധനം. ആരാണ് ഈ പുതിയ സ്വർണ്ണക്കൂട് നെയ്യുന്നത്? നമ്മൾ ദിവസവും കാണുന്ന സിനിമകൾ, മാഗസിനുകൾ, പരസ്യങ്ങൾ, സൗന്ദര്യമത്സരങ്ങൾ, ഇവയെല്ലാമാണ് ഈ പുതിയ തരം അടിമത്തം സൃഷ്ടിക്കുകയും അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നത്. ഈ സ്വർണ്ണക്കൂടിന്റെ പ്രധാന ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഒരു സ്ത്രീയുടെ വ്യക്തിത്വം, അവളുടെ കഴിവ്, അവളുടെ ബുദ്ധി, ഇതിനെയെല്ലാം മറികടന്ന് അവളെ കേവലം ശാരീരികമായ ആകർഷണത്തിലേക്ക് മാത്രം ചുരുക്കുക. ഈ താരതമ്യം ആ വ്യത്യാസം ശരിക്കും വ്യക്തമാക്കുന്നുണ്ട്. പഴയ ഇരുമ്പുകൂട് നിങ്ങൾ പോരാടി തകർക്കാൻ ശ്രമിച്ച ഒരു തടവറയായിരുന്നു. എന്നാൽ ഈ പുതിയ സ്വർണ്ണക്കൂട് നിങ്ങളെക്കൊണ്ട് തന്നെ അലങ്കരിപ്പിച്ച് നിങ്ങൾ സ്വയം ആഘോഷിക്കുന്ന ഒരു തടവറയാണ്. ഈ മാനസിക കൂടിന്റെ വിലയെന്താണ്? ഒരു സ്ത്രീയുടെ ശ്രദ്ധ അവളുടെ ബൗദ്ധികവും ആത്മീയവുമായ വളർച്ചയിൽ നിന്ന് പൂർണ്ണമായും തിരിച്ചുവിടാനിത് കാരണമാകുന്നു. അവളുടെ ഊർജ്ജം മുഴുവൻ ബാഹ്യമായ കാര്യങ്ങൾക്കായി ചിലവഴിക്കപ്പെടുന്നു. പക്ഷെ ഒരു പ്രതീക്ഷയുടെ കിരണമുണ്ട്. പഴയതും പുതിയതുമായ ഈ കൂടുകൾ നമുക്കെങ്ങനെ തകർത്തു തുടങ്ങാമെന്ന് നോക്കാം. എവിടെയാണ് യഥാർത്ഥ വിമോചനത്തിലേക്കുള്ള പാത? ഈ മാനസികമായ കൗശലത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതിന്റെ ഒരു ശക്തമായ ഉദാഹരണമാണ് അമേരിക്കൻ വനിതാ പ്രസ്ഥാനം. നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട്.
ആ സ്ത്രീകൾ സ്വീകരിച്ച നടപടികൾ വളരെ ശക്തമായിരുന്നു. ഒന്നാമതായി, അവർ ഈ കെണി തിരിച്ചറിഞ്ഞു. രണ്ടാമതായി, തങ്ങളെ ഒരു കാഴ്ചവസ്തുവാക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളും വസ്ത്രങ്ങളും അവർ ബോധപൂർവം നിരസിച്ചു. എന്നിട്ട് ആ പ്രതീകങ്ങളെല്ലാം അഗ്നിക്കിരയാക്കി അവർ ആ കെണിയെ പ്രതിരോധിച്ചു. ഈ ആശയം നമ്മളെ ഒരു പ്രധാന തത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഒരു സ്ത്രീയുടെ വ്യക്തിത്വം ശരിക്കും തിളങ്ങുന്നത് ആഡംബരപൂർണമായ പ്രദർശനത്തിലൂടെയല്ല, മറിച്ച് മാന്യമായ ലാളിത്വത്തിലൂടെയാണ്. യഥാർത്ഥ അന്തസ്സ് ലാളിത്യത്തിലാണെങ്കിൽ അതിന്റെ നേർവിപരീതമാണ് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ സ്ത്രീധനം പോലുള്ള ദുരാചാരങ്ങൾ. ഒരു മകളെ സ്വീകരിക്കുന്നതിന് പ്രതിഫലം ചോദിക്കുന്നത് എത്ര വലിയ അനാദരവാണ്. അത് വിവാഹബന്ധത്തിന്റെ അടിത്തറയെ തന്നെ വിഷലിപ്തമാക്കുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് പർദ്ദ സമ്പ്രദായത്തിന്റെ കാര്യവും. ഇത് സംരക്ഷണമല്ല, മറിച്ച് അവിശ്വാസത്തിൽ വേരൂന്നിയ ഒരു കാലഹരണപ്പെട്ട ആചാരമാണ്. പുസ്തകത്തിൽ പറയുന്നതുപോലെ ചത്ത കുഞ്ഞിന്റെ ജഡം ചുമക്കുന്ന കുരങ്ങനെ പോലെയാണ് ഈ സമ്പ്രദായത്തെ ഇന്നും മുറുകെ പിടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഒരു യഥാർത്ഥ പരിഷ്കൃത സമൂഹം എങ്ങനെയായിരിക്കും? നമുക്ക് ആ അന്തിമ ദർശനത്തിലേക്ക് നോക്കാം. ഒരു സമൂഹം ഒരു കെട്ടിടം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. അതിന്റെ ഇഷ്ടികകളാണ് പുരുഷനും സ്ത്രീയും. അതിലൊന്ന് ദുർബലമായാൽ ആ കെട്ടിടം മുഴുവൻ ദുർബലമാകും. അത്ര ലളിതമാണ് കാര്യം. ലിംഗഭേദമില്ലാതെ നമ്മുടെ കുട്ടികളെ എങ്ങനെ കാണണം, എങ്ങനെ വളർത്തണമെന്നതിലെ സമ്പൂർണ്ണ സമത്വത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്ന ശക്തമായ ഒരു ഉദ്ധരണിയാണിത്. നമ്മൾ നമ്മുടെ ഒരു കണ്ണിനോ ഒരു കൈക്കോ കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പുതിയ പുരോഗമനപരമായ സമൂഹം കെട്ടിപ്പടുക്കാൻ എന്താണ് വേണ്ടത്? വിദ്യാഭ്യാസത്തിലും അവസരങ്ങളിലും ബഹുമാനത്തിലും സമ്പൂർണ്ണ സമത്വം ഉറപ്പാക്കുക. അത്രേ വേണ്ടൂ. ജനസംഖ്യയുടെ ഒരു പകുതിയെ ചങ്ങലേക്കിട്ട് പിന്നോട്ട് വലിക്കുമ്പോൾ ഒരു സമൂഹത്തിന് എങ്ങനെ പുരോഗമിക്കാൻ കഴിയും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷാഘാതം ബാധിച്ചൊരു ശരീരത്തിന് മുന്നോട്ട് ചലിക്കാൻ കഴിയില്ല എന്നതുപോലെ അത്തരമൊരു സമൂഹവും നിശ്ചലമായിരിക്കും. അതുകൊണ്ട് ഈ വിശകലനത്തിന്റെ ശക്തവും അതിവിശാലവുമായ സന്ദേശത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു പകുതി മുന്നിലും മറ്റേ പകുതി പിന്നിലുമല്ല, മറിച്ച് തുല്യരായ രണ്ടു പകുതികൾ ഒരുമിച്ച് ബഹുമാനത്തോടെ മുന്നോട്ടു നടക്കുന്ന ഒരു ഭാവിയാണ് യഥാർത്ഥ നാഗരികത.